നിങ്ങൾ എന്തായാലും CGL എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ചെയ്തു, ടാക്സ് അസിസ്റ്റൻറ്റിൻ്റെ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്തു, നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടി. ഇൻകം ടാക്സിലും കസ്റ്റംസ് ഓഫീസിലും GST ഓഫീസസിലുമൊക്കെ നമ്മൾ കാണുന്ന ടാക്സ് അസിസ്റ്റൻസിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആരാണ് ഒരു ടാക്സ് അസിസ്റ്റൻറ്റ്, എങ്ങനെയാണ് നിങ്ങൾക്കും ഒരു ടാക്സ് അസിസ്റ്റൻറ്റ് ആവാൻ പറ്റുക, എലിജിബിലിറ്റി, ഏജ് ലിമിറ്റ്, ജോബ് പ്രൊഫൈൽ, പ്രൊമോഷൻ, ലീവ്, സാലറി തുടങ്ങിയിട്ടുള്ള ഈ ജോലിനെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ടാക്സ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത് SSCയുടെ CGL എക്സാമിലൂടെ റിക്രൂട്ട്മെൻറ്റ് നടത്തപ്പെടുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് SSC? കേന്ദ്ര സർക്കാർ ജോലികളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSCയിലൂടെയാണ്. SSCയുടെ കീഴിൽ വരുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാംസ് എന്ന് നമുക്ക് പറയാം SSCയുടെ CGL എക്സാം അല്ലെങ്കിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. നമ്മളിതിനെ മിനി UPSC എക്സാം എന്നൊക്കെ പറയാറുണ്ട്. കേന്ദ്ര സർക്കാരിലുള്ള വളരെ ഹൈ വാല്യൂഡ് ആയിട്ടുള്ള ഹൈലി പൊസിഷൻ ആൻഡ് പവർ ഉള്ള ജോലികളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് എല്ലാം തന്നെ SSCയുടെ CGL റിക്രൂട്ട്മെൻറ്റിലാണ് നടക്കുക. ഏകദേശം ഒരു 36 പോസ്റ്റുകളിലാണ് ഈ റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. അത് പല കാറ്റഗറീസിലുണ്ട്. ക്ലറിക്കൽ ജോലികളുണ്ട്, ഫീൽഡ് ജോലികളുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സൊക്കെ പോലെ വരുന്ന ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ജോലികളും ഇൻസ്പെക്ടർ പോസ്റ്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു ജോലിയാണ് ടാക്സ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഗ്രി എലിജിബിലിറ്റി ഉള്ള 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലൂടെ നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് CBICയിലോ അല്ലെങ്കിൽ CBDTയിലോ ആണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഇതൊരു ഗ്രൂപ്പ് C വരുന്ന ജോലിയാണ്. ഇത് നോൺ ഗസറ്റഡ് ജോലിയാണ്, ഗസറ്റഡ് ജോലിയല്ല, സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രധാനമായിട്ടും രണ്ട് പോസ്റ്റിങ്ങുകളായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഇൻകം ടാക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ CBDT, ഡയറക്റ്റ് ടാക്സസ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് IT റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ്ലി ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട് അല്ലേ, അതിനെയാണ് CBDT എന്ന് പറയുന്നത്. എന്നാൽ അത് മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ടാക്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആ ബില്ലിൽ GST കാണും, അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിച്ചാൽ അതിന് വേറെ കുറേ ടാക്സസ് കാണും. അപ്പോൾ അത്തരത്തിലുള്ള ടാക്സസിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബോഡിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് അല്ലെങ്കിൽ CBIC. അപ്പോൾ ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടും. ഡൽഹിയിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാവുന്ന ഒരു ജോലിയാണ്. ഇത് കൂടുതലും ഡെസ്ക് ജോബ് തന്നെയാണ് വരുന്നത്, വളരെ റെയർ ആയിട്ടാണ് ഇവിടെ ഫീൽഡ് ജോബായിട്ട് വരുന്നുള്ളൂ. ഇനി എങ്ങനെ നിങ്ങൾക്കും ഒരു ടാക്സ് അസിസ്റ്റൻ്റ് ആവാം? ഏറ്റവും ഈസി ആയിട്ടുള്ളത് SSCയുടെ CGL എക്സാമിനേഷൻ തന്നെയാണ്. CGL എക്സാമിനേഷൻ്റെ Tier 1 ആൻഡ് Tier 2 നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് ഫോമിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ടാക്സ് അസിസ്റ്റൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഒരു ടാക്സ് അസിസ്റ്റൻ്റ് ആകാം. ആൻഡ് നിങ്ങളുടെ മാർക്കിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസിൽ നിങ്ങൾ കൊടുക്കുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് സെലക്ഷൻ പ്രോസസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ 2 tiers ആണ് SSC CGLനുള്ളത്, Tier 1 ആൻഡ് Tier 2. അപ്പോൾ ഇത് രണ്ടും ബേസിക്കലി ഒബ്ജക്റ്റീവ് ടൈപ്സ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യന് 4 ആൻസർ ചോയ്സസ് ഉണ്ടാകും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. Tier 1 ക്ലിയർ ചെയ്ത് Tier 2 പോവുക. Tier 1 വരുന്നത് റീസണിങ്ങും മാത്സും ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും. ഇതേ 4 സബ്ജക്റ്റുകൾ തന്നെ വേറെ വെയിറ്റേജിൽ Tier 2 ഉണ്ടാകും. ഇനി നിങ്ങൾ JSO, SSCയുടെ CGLൻ്റെ കീഴിൽ വരുന്ന JSO എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ, അത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറാണ്. അതിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഈ പോസ്റ്റിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ്ലി നിങ്ങളുടെ Tier 1 ആൻഡ് Tier 3 ഈ എക്സ്ട്രാ പേപ്പേഴ്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാകും. ഇവിടെ ഒരു ഹൈ റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് മെഡിക്കൽ പോളിസി ഒന്നുമില്ല. മിനിമം ഹൈറ്റോ വെയിറ്റോ അങ്ങനെ യാതൊരു കണ്ടീഷൻസും ഇവിടെയില്ല. നിങ്ങൾ ഫിസിക്കലി ആൻഡ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. വളരെ ക്രൂഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ഒരു ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം ആൻഡ് ഓൾസോ ഡിഗ്രി എലിജിബിലിറ്റി ഉണ്ടാവണം. അത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു മിനിമം ഡിഗ്രി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എലിജിബിലിറ്റി. ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18-നും 30 നെക്സ്റ്റ് പോസ്റ്റിലേക്കാണ് വരുന്നത്. 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് ജനറൽ കാറ്റഗറിക്കുള്ള ഏജ് ലിമിറ്റാണ്. ഇനി OBC-കാർക്കാണെങ്കിലോ നേരെ
വരെ 3 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. SC/ST-കാർക്ക് 5 വർഷത്തെ റിലാക്സേഷനും കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത്രയും റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനി അതിൽ ഡിസബിലിറ്റി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് 10 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. ഇനി ഡിസബിലിറ്റി ഉള്ള OBC ആണെങ്കിൽ 13 വർഷം, ഡിസബിലിറ്റി ഉള്ള SC/ST ആണെങ്കിൽ 15 വർഷത്തെ റിലാക്സേഷനും കിട്ടും. ഓക്കെ, എക്സ് സർവീസ്മെൻറ്റിൻ്റെ റിലാക്സേഷൻ റൂൾസ് അനുസരിച്ചിട്ടാണ്. അതിനെപ്പറ്റി വേറെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ കോമൻസിൽ ചോദിച്ചാൽ മതി, നമ്മളത് ആഡ് ചെയ്ത് തരാം. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഫിസിക്കലി ആൻഡ് മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്സസ് നിങ്ങൾക്ക് നല്ല വിഷൻ ഉണ്ടായിരിക്കണം. അല്ലാതെ സ്പെക്സ് യൂസ് ചെയ്യാതെ ഇത്രയും കാണണം എന്നൊന്നുമില്ല. സ്പെക്സ് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ പേയ്മെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസിക് പേ എന്ന് പറഞ്ഞാൽ 25,000 ആണ് ബേസിക് പേ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പേ സ്കെയിൽ 25,000 to 81,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ പോസ്റ്റിംഗ് കിട്ടുന്നു, എപ്പോൾ പോസ്റ്റിംഗ് കിട്ടുന്നു എന്നെല്ലാം അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഫൈനൽ പേ വരുന്നത്. എന്നാലും നിങ്ങൾക്ക് എപ്പോഴും എക്സ് ആൻഡ് വൈ ആൻഡ് സെഡ് 3 കാറ്റഗറീസിലാണ് ഇന്ത്യയിലെ സിറ്റീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എക്സ് കാറ്റഗറിയിലുള്ളത് വലിയ വലിയ സിറ്റീസ്, ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോലെയുള്ള സിറ്റീസാണ്. വൈ കാറ്റഗറിയിൽ നമ്മുടെ തൃശ്ശൂരോ പാലക്കാടോ കോഴിക്കോടോ പോലെയുള്ള സിറ്റീസ്. ഇനി സെഡ് കാറ്റഗറിയിൽ ചെറിയ ചെറിയ സിറ്റീസ്. അപ്പോൾ എക്സിലും വൈയിലുമാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുള്ളൂ. സെഡ് കാറ്റഗറിയിൽ അങ്ങനെ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല HRA ഹൗസ് റെൻറ്റ് അലവൻസും ട്രാൻസ്പോർട്ട് അലവൻസും നിങ്ങൾക്ക് കിട്ടും. പേ സ്കെയിൽ 25,500 ആണ് ബേസിക് പേ വരുന്നത്. അപ്പോൾ അതിൽ 50% പ്ലസ് DA വരുന്നുണ്ട്. അപ്പോൾ 13,000-ൻ്റെ അടുത്ത് നിങ്ങൾക്ക് DA തന്നെ വരും. ഇനി അതിൻ്റെ 30% HRA വരുന്നുണ്ട്. ഇതിപ്പം എക്സ് സിറ്റീൻ്റെ പേ സ്കെയിലാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഏകദേശം 52,000 തൊട്ട് 55,000 വരെ നിങ്ങളുടെ ഗ്രോസ് സാലറി വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഏകദേശം 45,000-ൻ്റെ അടുത്ത് 40 to 45,000-ൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇൻഹാൻസ് സാലറിയും വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൂടെ വരുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഡിയർനെസ് അലവൻസ് ഉണ്ടാകും, HRA ഉണ്ട്, ട്രാൻസ്പോർട്ട് അലവൻസ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് സ്കീമിൻ്റെ ഭാഗമായിരിക്കും നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ടുള്ള ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് ക്യാഷ് ലെസ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ലഭിക്കുന്നതാണ്. ഇനി അങ്ങനെ അല്ലാത്ത ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ റീഇംബേഴ്സ്മെൻറ്റ് ലഭിക്കുന്നതാണ്. ലീവ് ട്രാവൽ കൺസെഷൻ നിങ്ങൾക്ക് ഇയർലി ഇന്ത്യയിൽ എവിടെ പോവുകയാണെങ്കിലും അതിനുള്ള amount സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറയുന്നത്. പിന്നെ NPS നാഷണൽ പെൻഷൻ സ്കീമിന് നിങ്ങൾ ഭാഗമായിരിക്കും. ഇനി അടുത്തതായിട്ട് വരുന്നത് പ്രൊമോഷൻ ഹൈറാർക്കിയാണ്. അപ്പോൾ ഇവിടെയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്. നിങ്ങളിവിടെ ജോയിൻ ചെയ്യുന്നത് ഒരു ടാക്സ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് എന്ന് കരുതുക. ഇനി ഈ ടാക്സ് അസിസ്റ്റൻറ്റിന് ശേഷം നിങ്ങൾ സീനിയർ ടാക്സ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ നമ്മളതിനെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എന്ന് പറയും. ഇവിടേക്ക് എത്താൻ നിങ്ങൾ മിനിമം ഒരു 5 വർഷം എടുക്കും. അതിനുശേഷം സീനിയർ ടാക്സ് അസിസ്റ്റൻറ്റിൽ നിന്നും ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എത്താൻ വീണ്ടും ഒരു 5 വർഷം എടുക്കുകയാണെന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ ഈ പോസ്റ്റിൽ നിന്നും 2 പ്രൊമോഷൻ കയറി ഇവിടെ നിങ്ങൾ എത്തുന്ന സമയം 10 years അല്ലെങ്കിൽ വേണ്ട കൂടി ഒരു 7 years, മിനിമം 7 years എന്തായാലും എടുക്കും. 7 years ആണ് എന്ന് കരുതുക. ഇതേ പോസ്റ്റ്, അതായത് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് ഓർ എക്സാമിനർ എന്ന പോസ്റ്റ് SSC CGL ഓൾറെഡി റിക്രൂട്ട്മെൻറ്റ് വരുന്ന ഒരു പോസ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും CGL എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ചെയ്തു, ടാക്സ് അസിസ്റ്റൻറ്റിൻ്റെ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്തു, നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടി. അതിൻ്റെക്കാളും മേ ബി ഒരു 25 അല്ലെങ്കിൽ ഒരു 30 മാർക്സ് കൂടുതലേ ഉണ്ടാവുള്ളൂ അടുത്ത ഈ പോസ്റ്റിൻ്റെ കട്ട് ഓഫിന്. അപ്പം നിങ്ങൾ ഒന്നും കൂടി പഠിക്കുകയാണെങ്കിൽ 7 years above ഉള്ള, അതായത് നിങ്ങളുടെ ഈ പോസ്റ്റിൻ്റെ 7 വർഷം മുൻപിലുള്ള സീനിയോറിറ്റി ഉള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ടാക്സ് അസിസ്റ്റൻ്റിൻ്റെ പ്രൊഫൈലാണ്, ശരിയാണ്. പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി മിസ്സാകും. നിങ്ങളുടെ ലൈഫിൽ 7 വർഷവും കൂടി മിസ്സാവും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതുകൂടി മുന്നിൽ കണ്ട് പഠിക്കുക. ഓക്കെ, എന്തായാലും ഇത് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമെങ്കിൽ ഇതുകൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മുന്നിൽ കണ്ട് പഠിക്കുക. ഇമാജിൻ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും CGL പഠിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് ടാക്സ് അസിസ്റ്റൻറ്റിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റി, അടുത്തയാൾക്ക് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സിൻ്റെ കട്ട് ഓഫും ക്ലിയർ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ഇത് ക്ലിയർ ചെയ്തു,
നിങ്ങളുടെ ഫ്രണ്ട് ടാക്സ് അസിസ്റ്റൻറ്റ് ക്ലിയർ ചെയ്തു, നിങ്ങളിത് ക്ലിയർ ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ടിനേക്കാളും 2 പോസ്റ്റ് സീനിയർ ആയിരിക്കും. അതാണ് അതിൻ്റെ ഡിഫറൻസും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമിലൂടെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആകാം. ഈ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം എന്നൊക്കെ പറയുന്നത് ഇതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാം അല്ല കേട്ടോ. അതിലിപ്പം 100 മാർക്സിൻ്റെ എക്സാമാണ്. മിനിമം ക്വാളിഫൈ ചെയ്യാൻ 50% വരണമെന്ന് വെച്ചാൽ ആ 50% നിങ്ങൾക്ക് കിട്ടിയാൽ മതി. അതിൽ കൂടുതൽ കിട്ടി, അതിൽ റാങ്ക് ഒന്നുമില്ല. 50% കിട്ടിയാൽ നിങ്ങൾ ആ എക്സാം ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ എക്സാംസിലൊക്കെ ത്രൂ ഇൻറ്റേർണൽ എക്സാംസ് നിങ്ങൾക്ക് പെട്ടെന്ന് പ്രൊമോഷൻസ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ ഈ പോസ്റ്റ് ഡയറക്റ്റ്ലി CGL ഉള്ളത് കാരണം നിങ്ങൾ ഇത് ഡയറക്റ്റ്ലി CGL കൂടെ കിട്ടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, ഇനി നമ്മുടെ ജോബ് പ്രൊഫൈൽ നോക്കാം. ഇത് കംപ്ലീറ്റ്ലി ഒരു ഡെസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ്. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന IT റിട്ടേൺസും അതൊക്കെ ഫയൽ ചെയ്യുക, ക്വയറീസിന് റിപ്ലൈ ചെയ്യുക, ഡ്രാഫ്റ്റ് ചെയ്യുക, മെയിൽസ് അയയ്ക്കുക, റിപ്ലൈസ് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള ജോലികളാണ് ഇവിടെ വരുന്നത്. ഇനി ഇൻകം ടാക്സ് ഓഫീസേഴ്സൊക്കെ റെയ്ഡ്സ് നടത്തുന്ന സമയത്ത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അസിസ്റ്റ് ചെയ്യുക. ഇവർ റെയ്ഡിൽ പോകുന്നുണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ഹാൻഡ്ലിങ്ങും ഫയൽ ഹാൻഡ്ലിങ്ങും ഡേറ്റ അല്ലെങ്കിൽ അവിടെ വിറ്റ്നസസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ, അത്തരത്തിലുള്ള റെക്കോർഡിക്കൽ കാര്യങ്ങളെയൊക്കെ ക്ലറിക്കലി ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ഇൻകം ടാക്സ് അസിസ്റ്റൻറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി അടുത്തതായിട്ട് ഇനി CBICയിൽ അല്ലെങ്കിൽ കസ്റ്റംസ് ഓർ CBICയിലാണ് നിങ്ങളുടെ ജോലി വരുന്നതെങ്കിൽ അവിടെ വീണ്ടും കസ്റ്റംസ് ഡ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് ആവശ്യത്തിനുള്ള ഓഡിറ്റ്സിനുള്ള അസിസ്റ്റ് ചെയ്യുക. ഓഡിറ്റ് നടത്തുകയല്ല, ഓഡിറ്റ് സ്മൂത്ത് ആക്കാനുള്ള ട്രാൻസാക്ഷണൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഡോക്യുമെൻറ്റേഷൻ, റെക്കോർഡിംഗ്, ഡ്രാഫ്റ്റിംഗ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഇവിടെ ടാക്സ് അസിസ്റ്റൻറ്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ വരുമ്പോഴുണ്ടാവുന്ന ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോലിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. സോ അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ അറിയുന്നുണ്ടാവില്ല. ടാക്സ് ലോസിനെ പറ്റിയിട്ട്, അതിൽ വരുന്ന ക്ലോസുകളെ പറ്റി, അത് ചെയ്യുന്ന പ്രോസസ്സും ഒന്നും അറിയുന്നുണ്ടാവില്ല. സോ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ട്രെയിനിങ് പീരിയഡിൽ പറയുന്നതായിരിക്കും. സോ ടാക്സിൻ്റെ ലോസ് ആയിട്ടുള്ളത്, ഓഫീസ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റംസ്, ഡേറ്റാബേസസ്. സോ നോർമലി ഇത് അത്ര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ലോങ് ട്രെയിനിങ് ഒന്നുമല്ല. മേ ബി കുറച്ച് മാസങ്ങൾ മാത്രം അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ മാത്രം വരുന്ന ഒരു ട്രെയിനിങ് ആയിരിക്കും. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഈ ഒരു ജോലിയുടെ ലീവ് പോളിസിയാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് ഒക്കെ പോലെ തന്നെ എല്ലാ ജോബ്സിലും ഉള്ളതുപോലെ തന്നെ വളരെയധികം ലീവ്സ് നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലിയാണിത്. സോ കാഷ്വൽ ലീവ്സ് ഉണ്ടാകും, ഏൺഡ് ലീവ്സ് ഉണ്ട്, പിന്നെ ഹാഫ് പേ ലീവ് ഉണ്ട്, മെറ്റർണിറ്റി ലീവ് ഉണ്ട്, പിന്നെ സ്പെഷ്യൽ ലീവ്, അതായത് ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള എല്ലാ ലീവ്സിനും നിങ്ങളിവിടെ എലിജിബിൾ ആയിരിക്കും. പിന്നെ ഒരു ഫിക്സ്ഡ് വർക്കിംഗ് അവേഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോർണിംഗ് ടു ഈവനിങ് ടൈപ്പ് ഓഫ് ജോബാണ് വരുന്നത്. അല്ല, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രൈസിസ് അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നാൽ നിങ്ങൾ കുറച്ച് നേരം കൂടി വർക്ക് ടൈം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരുമെന്നേ ഉള്ളൂ. പക്ഷേ അതർവൈസ് ഇതൊരു നോർമൽ മോർണിംഗ് ടു ഈവനിങ് വരുന്ന ജോബാണ്. സോ അതുകൊണ്ട് തന്നെ വർക്ക് പ്രഷറും കുറവാണ്. ഇനി ഫിനാൻഷ്യൽ ഇയർ എൻഡിൻ്റെ സമയത്തേക്ക് ക്ലോസിംഗ് ഒക്കെ അടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി വർക്ക് ലോഡ് വന്നാലേ ഉള്ളൂ. പക്ഷേ പൊതുവേ ഒത്തിരി വർക്ക് ലോഡ് ഇല്ലാത്ത ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജോലിയാണിത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രൊഫൈൽ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. സോ അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, ഈ ഒരു ചെറിയ പ്രായത്തിൽ, ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു 20 വയസ്സുണ്ടാവുള്ളൂ അല്ലേ, ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ CBICയിലും CBDTയിലും ഒക്കെ ഇൻകം ടാക്സിലും പിന്നെ കസ്റ്റംസിലും ഒക്കെ നല്ല ഒരു ജോലി ലഭിക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ജോലിയാണ്. രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റുന്ന ജോലിയാണ്. നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. നല്ല സാലറി ഉണ്ട്, പ്രൊമോഷൻസും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ കൂടി ഒരുപാട് ബെനിഫിറ്റ്സും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സാമിനേഷൻ തന്നെയാണിത്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. ഈ ജോലി ടാക്സ് അസിസ്റ്റൻറ്റ് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് ടാക്സ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സീനിയർ ടാക്സ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ടാക്സ് അസിസ്റ്റൻറ്റ്, അതിനുശേഷമാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സോ ഈ ജോലിയിൽ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പ്രൊമോഷൻ പോസ്റ്റും CGL എക്സാമിലൂടെ തന്നെ വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾ അത് എയിം ചെയ്ത് വേണം പഠിക്കാൻ. ഓക്കെ, ഇത് നിങ്ങൾ അറിയാത്തത് കൊണ്ട് നിങ്ങൾ ടാക്സ് അസിസ്റ്റൻറ്റിന് സെറ്റിൽ ആവരുത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും എല്ലാ ഹെൽപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിപ്പോൾ SSC മാത്രമല്ല, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ SSCൻ്റെ കൂടെ ബാങ്കിങ്ങും RRBയും ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ
നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ചസ് ഉണ്ട്, എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് ബാച്ചസ് ഉണ്ട്. ഇനി ബേസിക് ലെവൽ പ്രിപ്പറേഷൻ മുതൽ എക്സാമിൻ്റെ Tier 2 ലെവൽ വരെയുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാകും, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും, സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും, മോക്ക് ടെസ്റ്റുകളുണ്ട്, ലൈവ് ക്വിസുകളുണ്ട്, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ക്ലാസ്സസിനെ പറ്റി കൂടുതൽ അറിയാനും എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ചോദിക്കാനും ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള കൂടുതൽ ഏതൊക്കെ ടോപ്പിക്സിലാണ് നിങ്ങൾക്ക് വീഡിയോസ് വേണ്ടതും അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കോമൻസിലൂടെ എഴുതി അറിയിക്കുക. ആൻഡ് നിങ്ങളുടെ ചോദ്യങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് നമ്മളെ എഴുതി അറിയിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.